ട്രിപ്പിൾ ഓം ശാന്തി കണ്ടിന്യൂറ്റിക്ക് ഒരു ഉദാഹരണമാണല്ലോ. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു പാടത്താണ്. ഇത് നല്ല നെല്ല് സമൃദ്ധമായി വിളങ്ങി നിൽക്കുന്ന സ്ഥലം. ഇതേ പാടത്തിന്റെ അത്ര തന്നെ സ്ഥലം ഉണ്ട് തോന്നുന്നുണ്ട്. ഇതാ ഇപ്പുറത്ത് നെല്ലില്ല. അത് സത്യം പറഞ്ഞാല് ഞാൻ ഈ സ്ഥലക്കാരോട് പെർമിഷൻ ചോദിച്ചിട്ട് അടുത്ത വീഡിയോ ഒന്നുമല്ല. ഇത് രണ്ടും ഒന്നുകിൽ രണ്ട് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ കണ്ടോ, ഒരാള് നന്നായിട്ട് നെല്ലായി, നെല്ല് വിതച്ച് കൊയ്യാനുള്ള ഏകദേശം സമയമായി. മറ്റയാളുടെ പറമ്പില് കണ്ടോ, ആള് വേണ്ട രീതിയിൽ കൃഷി ചെയ്തില്ല എന്ന് പറയാം. പക്ഷെ രണ്ടും പാടാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാല് മനസ്സിൽ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എന്തായാലും പിന്നെ സാഹചര്യങ്ങളാണ്. ചില സാഹചര്യങ്ങളിൽ എന്താന്ന് വെച്ചാല് കണ്ടിന്യൂറ്റിക്ക് ശരി തടസ്സങ്ങളൊക്കെ വരും. കാലാവസ്ഥ ഇപ്പൊ ഇതേ നെല്ല് നല്ല മഴയും കനപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല കനത്ത് കഴിഞ്ഞാൽ ഈ നെല്ല് പോവും, കിട്ടൂല, വിളവ് കിട്ടൂല. പക്ഷെ എന്നാലും അത് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചല്ലോ ഈ വ്യക്തി. എന്താ, എനിക്ക് ആളുടെ പേരറിയില്ല, സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ ഇവിടെ വട്ടം ഭാഗത്താണ്. പക്ഷെ ആ ഒരു മനസ്സ് കാണിച്ചു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു കണ്ടിന്യൂറ്റിന്റെ പ്രധാന കാര്യം തന്നെ. ഇപ്പൊ നമ്മൾ കോടീശ്വരനാവണം, ലക്ഷപ്രഭു ആവണം, എന്തോ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന്. പക്ഷെ അതാവണം എന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. എന്താണോ ആവാൻ ഉദ്ദേശിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഞാന് ബ്രഹ്മകുമാരീസിൽ ഇറങ്ങി. അപ്പൊ എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തടസ്സങ്ങൾ. ഇപ്പൊ അഡ്വാൻസ്ഡ് ജ്ഞാനത്തിനെ പറ്റിയിട്ട് നമ്മൾ അതിന്റെ ഒരു കഥ കേട്ടപ്പോ അവിടെ ഈ ബ്രഹ്മകുമാരീസ് ചെയ്ത ഒരു പരിപാടി എന്താന്ന് വെച്ചാല്, ഒരു ടീം അഡ്വാൻസ്ഡ് ജ്ഞാനവുമായിട്ട് വന്നു. ആ ജ്ഞാനം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് കുറച്ച് യോഗദാനം കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഒരു വിചാരം ബ്രഹ്മകുമാരീസ് മാത്രം ഉള്ളു പോസിറ്റീവ്, ബാക്കിയുള്ളവരൊക്കെ നെഗറ്റീവ് ആണെന്ന്. അങ്ങനെയില്ല. എല്ലാവരിലും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും. ബ്രഹ്മകുമാരീസിനും ഉണ്ട്, ബ്രഹ്മകുമാരീസ് ആവാൻ പോണവരിലും ഉണ്ട്, ആയവരിലും ഉണ്ട്, ഇനി അഡ്വാൻസ്ഡ് ജ്ഞാനത്തിലുണ്ട്, എല്ലാവരിലും ഉണ്ട്. പക്ഷെ കണ്ടിന്യൂറ്റി, അതാണ് ഈ 5000 years നടക്കാൻ പോകുന്നത്. ഇനി ആരാണോ നന്നായി കണ്ടിന്യൂ ചെയ്ത് അതിന്റെ ഏറ്റവും ഹയർ ലെവലിലേക്ക് എത്തുന്നത് അവര് വിജയിക്കും. അത് ആരായിക്കോട്ടെ. അപ്പൊ ഞാനായാലും ശരി, ബ്രഹ്മകുമാരീസ് ആയാലും ശരി, അഡ്വാൻസ്ഡ് ജ്ഞാനായാലും ശരി, ആരായാലും ശരി. ട്രിപ്പിൾ ഓം ശാന്തി.